വയനാട്ടിലെ വിഷയത്തിൽ ഒരു പ്രത്യേക അന്വേഷണം നടത്തണം, സമഗ്രമായ അന്വേഷണം വേണം. അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാനതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ പറയേണ്ടതല്ല, അവിടെയുള്ള പാർട്ടി പറയേണ്ടതാണ്. അത് അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ചോദിക്കുന്ന രണ്ട് കോൺഗ്രസിൻ്റെ നേതാവല്ലേ, അദ്ദേഹത്തിൻ്റെ മകനല്ലേ? ഈ ഇരട്ട കൊലപാതകം തന്നെയാണത്. കോൺഗ്രസ് ആദ്യം ഇരട്ട കൊലപാതകത്തെക്കുറിച്ച് പറയൂ. ഇത് വേറെ വിഷയം. അതുമായിട്ടുള്ള ഒട്ടനവധി സംഭവങ്ങൾ ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയമായിട്ടുള്ള കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പല സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ള സംഭവത്തിൻ്റെയൊക്കെ ഭാഗമായി ന്യായീകരിക്കാൻ പറ്റാത്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അവിടെ പല സ്ഥലത്തും. ഇത് അതിനേക്കാളും വലിയ ഗൗരവമേറിയ വിഷയമല്ലേ? അതിനെക്കുറിച്ച് കോൺഗ്രസ്സിന് ഒരു തരത്തിലുള്ള പ്രതികരണവുമില്ല. അപ്പോൾ ഞാനിത് പറയുന്നത്, CPIM ഒരു കാരണവശാലും ഒരു കൊലപാതകത്തെയും അക്രമത്തെയും ന്യായീകരിക്കാറില്ല. നിഷ്പക്ഷവും നീതിപൂർവമായി രാജ്യത്തിലെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നീതിപൂർവ്വം പ്രവർത്തിക്കുന്നൊരു ഗവൺമെൻറ്റാണിത്. ഇവിടെ നീതിപൂർവ്വം മാത്രമേ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് CPMനെ ആക്രമിക്കാൻ CBI ഉപയോഗിക്കുന്നു. ഞങ്ങൾക്കെതിരായിട്ട് മാത്രമല്ലല്ലോ CBI ഉപയോഗിച്ചിട്ടുള്ളത്, കോൺഗ്രസിനെതിരായി ഉപയോഗിച്ചില്ലേ? കോൺഗ്രസിൻ്റെ നേതാക്കളെക്കെതിരായിട്ട് CBI ഉപയോഗിച്ചില്ലേ? ഡൽഹി മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഉപയോഗിച്ചില്ലേ? ഡൽഹിയിലെ ആരോഗ്യമന്ത്രിക്കെതിരായിട്ട് ഉപയോഗിച്ചില്ലേ? കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതാക്കന്മാർക്കെതിരായിട്ട് ഉപയോഗിച്ചില്ലേ CBI? ഇതെല്ലാം കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. CPM ഇത്തരമൊരു നിലപാട്, ഈ അക്രമങ്ങളെ ശക്തമായി എതിർക്കുന്ന ഒരു പാർട്ടിയാണ്. അക്രമങ്ങൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് ഞങ്ങളുടെ പ്രശ്നം. എല്ലാ വിഭാഗം ജനങ്ങളെയും കാത്തു സൂക്ഷിക്കുക, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. ഈ കേരളം ആകെ അഭിവൃദ്ധിപ്പെടണം, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അഭിവൃദ്ധിപ്പെടണം, കേരളം ഐശ്വര്യപൂർണ്ണമായിരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാനൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ് ഞങ്ങളുടേത്. കാരണം ഞങ്ങളിത് ഒരുപാട് അനുഭവിച്ചവരാണ്. ഇതെല്ലാം അനുഭവിച്ച് വളർന്നു വന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. ഞങ്ങളൊന്നും അനുഭവിച്ചതിൻ്റെ വഴിയിലൂടെ പോകാൻ ഇവിടെ ഒരു കോൺഗ്രസ്സുകാർക്ക് സാധിക്കില്ല. അത്രമാത്രം ഞങ്ങൾക്ക് നേരെ ഏതെല്ലാം തരത്തിലുള്ള അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നിട്ടില്ലേ? MLA അഴീക്കോടിനെ തെരുവിലിട്ട് കുത്തിക്കൊന്നിട്ടില്ലേ? കോൺഗ്രസിൻ്റെ ചരിത്രം മലയാളികളെ പഠിപ്പിച്ച കോൺഗ്രസിൻ്റെ ചരിത്രം മലയാളികളെ പഠിപ്പിച്ചിട്ടുള്ള, ഇവിടെ എടക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി വയാരത്ത് ശങ്കരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്, അദ്ദേഹം ചൊക്ലിക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് ചാലയിലാണ്, എടക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് വണ്ടി നിൽക്കുക. അവിടെ ഇറങ്ങിപ്പോകുന്ന അവസരത്തിൽ ഇരുമ്പാണി പട്ടികക്കടിച്ച് അടിച്ച് വീഴ്ത്തി 3 ദിവസം ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്ന് അവിടെ മരിച്ചു. അവിടെ എവിടെയോ കുഴിച്ചിട്ടു. ഇതൊക്കെ നടത്തിയ പാരമ്പര്യം കോൺഗ്രസ്സിനുള്ളതാണ്. ഇതെല്ലാം അനുഭവിച്ച് വളർന്നു വന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾ ഈ വേദന അനുഭവിച്ചവരാണ്. അതുകൊണ്ട് ഒരു മനുഷ്യരെയും വേദനിപ്പിക്കുന്ന പ്രസ്ഥാനമല്ല CPIM. ഒരു പാർട്ടി സഖാവും അങ്ങനെ ചിന്തിക്കാറില്ല, ചിന്തിക്കുകയുമില്ല.